കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന PSC പരീക്ഷകളിൽ ഒന്നാണ് LDC പരീക്ഷ. അപ്പോൾ LDC പരീക്ഷയുടെ സിലബസ് ആണ് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. കാരണം ജീവിതത്തിൽ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയെങ്കിലുമുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഒരുപക്ഷെ പാവപ്പെട്ടവൻ്റെ ഒരു IAS പോലെയൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ് ഈ LDC പരീക്ഷ എന്ന് പറയുന്നത്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ചെന്നാൽ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മിക്കവാറും ഒരു ലോവർ ഡിവിഷൻ ക്ലാർക്ക് ആയിരിക്കും. കലക്ടറേറ്റ് ആയാലും പഞ്ചായത്തായാലും കോടതി ആയാലും ഒക്കെ തന്നെ അവിടെയൊക്കെ LDCമാരുണ്ട്. ഓക്കെ, അപ്പോൾ LDC ആവാനുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു അടിക്കല്ലിടുക, ഒരു ആധികാരികമായിട്ടുള്ള ഒരു ശില ഇടുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള PSC നടത്തുന്ന LDC പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ആദ്യം നമുക്ക് സിലബസ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിലബസ് പഠിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സിലബസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിലോസഫി തന്നെ, ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ഘടകം തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ പഠിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് LDC സിലബസിലേക്ക് പെട്ടെന്നൊന്ന് പോകാം. ഇവിടെ ഈ കാണുന്നതാണ് LDC പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മൊത്തം 100 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷയാണ് ഈ PSC പരീക്ഷ, മറ്റു പരീക്ഷകളെ പോലെ. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രധാനമാണ്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ശരിക്കും ഈ പരീക്ഷയെ നേരിടേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കൂ, പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൊതുവിജ്ഞാനം എവിടെ വരെ വരുന്നുണ്ട്? ഇതാ ഇവിടെ ആനുകാലിക വിഷയങ്ങൾ എന്നത് 2ാമത്തെ ഭാഗമാണ് സിലബസിൻ്റെ. അപ്പോൾ ഇവിടുന്ന് 1, ഇത് 2, 3ാമത്തെ ഭാഗം ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ്. 4ാമത്തെ ജനറൽ ഇംഗ്ലീഷാണ്. 5ാമത്തെ ഭാഗം പ്രാദേശിക ഭാഷകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ്. അതായത് 5 ഭാഗങ്ങളുടെ ഒരു സിലബസാണ് LDC പരീക്ഷയ്ക്കുള്ളത്. അതിൽ 1ാമത്തെ ഭാഗം പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ സയൻസിൽ പെടുന്ന ഭാഗങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ പെടുന്ന, സോഷ്യൽ സയൻസിൽ പെടുന്ന ഭാഗങ്ങളും ഉണ്ടാവും. അതാണ് ഈ നിരത്തി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് നമ്മൾ വിളിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രധാനമായിട്ട് ലഘുഗണിതം അല്ലെങ്കിൽ നമ്മൾ കണക്ക് എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ കൂടെ കുറച്ച് റീസണിങ് ഭാഗങ്ങളും ചേർന്ന ഒരു സെക്ഷൻ, പിന്നെ ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് ഭാഗം, പിന്നെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം, ഇത്രയും ഭാഗങ്ങൾ ചേർന്ന്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിക്കുമ്പോൾ എവിടെയൊക്കെയാണ് കൂടുതൽ മാർക്കുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പഠനത്തിൻ്റെ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യാൻ. ഡയറക്ഷൻ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, കോമൺ സെൻസും പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ്, എക്സാം ട്രെൻഡ്സ്, അതുപോലെ തന്നെ സിലബസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സിലബസിലേക്ക് ഒന്ന് പോവാം. സിലബസ് പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. പൊതുവിജ്ഞാനത്തിനെ നമ്മൾ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഓരോന്നിൽ എത്ര മാർക്ക് വീതമുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, പൊതുവിജ്ഞാനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ രീതിയിൽ PSC പരീക്ഷയിൽ ജയിക്കണ പൊതുവിജ്ഞാനമാണ് വേണ്ടത് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. പൊതുവിജ്ഞാനം മാത്രം മതിയോ എന്ന് കൂടിയാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യ ഭാഗം ചരിത്രമാണ്. ചരിത്രത്തിൽ നിന്ന് ഉള്ളത് 5 മാർക്കാണ്. ചരിത്രം എന്തൊക്കെയാണെന്നുള്ളത് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാമെന്ന് പറയാം. ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങൾ, 5 മാർക്ക്. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്ക്. ധനതത്വശാസ്ത്രം, നമ്മൾ സാധാരണ ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് 5 മാർക്ക്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ഭരണം നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിൽ ആ ഭാഗത്ത് നിന്ന് 5 മാർക്ക്. പിന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, നമ്മൾ സാധാരണ ബയോളജിക്കൽ സയൻസസ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിന്ന് 6 മാർക്ക്. ഭൗതിക ശാസ്ത്രം, അതായത് ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3, രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്ക്. പിന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ ഭാഗങ്ങളിൽ നിന്ന് 5 മാർക്ക്. കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിന്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഭരണഘടന പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇന്ത്യൻ ഭരണഘടനയാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അതിനെ അതിലംഘിക്കാതെ പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഈ സുപ്രധാന നിയമങ്ങൾ. അതിന് 5 മാർക്കുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസും കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ഈ 5 മാർക്ക് ഇവിടെയും ഇവിടെ 5 മാർക്കുണ്ട്, 10 മാർക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് GK അല്ലെ പൊതുവിജ്ഞാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെയിറ്റേജ് കണ്ടെത്തണമെങ്കിൽ
എത്താൻ പറ്റുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രധാന നിയമങ്ങൾ, ആ കോംബോ ആണ്. ഇനി പരീക്ഷയുടെ മർമ്മത്തിലേക്ക് നമുക്ക് കിടക്കാം. ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് പൊതുവിജ്ഞാനം ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് സെക്ഷൻ രണ്ടാമത്തത് വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. 20 മാർക്കാണ്, 20% വെയിറ്റേജ്, 20 മാർക്ക് ആനുകാലിക വിഷയങ്ങൾ. പിന്നെ കണക്കിലോ ലഘുഗണിതം, അതായത് സാധാരണ കണക്ക് കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ റീസണിങ്ങുമായി ബന്ധപ്പെട്ട മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്ക്. ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ ചേർന്നാണ് ഈ 10 മാർക്ക്. പിന്നെ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്രാമറും വൊക്കാബുലറിയും ചേർന്ന 10 മാർക്ക്. ഇത് നോക്കൂ, ഇങ്ങനെയുള്ള ഇതൊരു അബ്സ്ട്രാക്റ്റ് ആണ്, ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്നാൽ ഇങ്ങനെയുള്ള പരീക്ഷയിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ വരെ പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനമല്ലാത്ത ഭാഗങ്ങളിൽ, ബാക്കിയുള്ള ഭാഗങ്ങളിലെ മാർക്ക് നോക്കൂ. ആനുകാലികത്തിൽ നിന്ന് 20 മാർക്ക്, ലഘുഗണിതം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ 10 മാർക്ക്. അപ്പോൾ എത്ര മാർക്കായി? 50 മാർക്ക്. അതായത് 50% LDC പരീക്ഷയുടെ 50% മാർക്ക് ഈ ഭാഗത്തുനിന്നുണ്ട്. പൊതുവിജ്ഞാനത്തിൽ നിന്ന് അടുത്ത 50 ഉള്ളത്. 50% മാർക്ക് ഇവിടെ ഉണ്ട് എന്ന് മറന്നുകൊണ്ട് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആകാശത്തിന് മുകളിലും ആകാശത്തിന് കീഴെയുമുള്ള എല്ലാ സംഗതികളും തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 50 മാർക്ക് ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ദിവസവും പത്രം വായിച്ച് നോട്ട് എഴുതുക, അതുപോലെ തന്നെ എന്താണ് മാറ്റങ്ങൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് മാറ്റമാണ് കേരളത്തിനെ ബാധിക്കുന്നത്, കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഏതൊക്കെ വ്യക്തികൾ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ നോക്കുന്നതാണ് ആനുകാലികം എന്ന് പറയുന്നത്, അല്ലേ? അതിൽ നിന്ന് 20 മാർക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. അത് കഴിഞ്ഞാൽ കണക്കുണ്ട്, അതുപോലെ തുല്യമായ പ്രാധാന്യത്തോട് ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഈ 50 മാർക്ക് ഉറപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രധാന സ്ട്രാറ്റജി, ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി. ഇതാണ്. അപ്പോൾ ഡയറക്ഷൻ്റെ നിങ്ങളുടെ ഒരു പുതിയ ബാച്ച് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ ചാമ്പ്യൻ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം ഡിഗ്രി ലെവൽ പരീക്ഷയാവട്ടെ, LDC പരീക്ഷയാവട്ടെ, ഈ ഫൗണ്ടേഷൻ ഇല്ലാതെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? നിങ്ങൾ ഒരുപക്ഷെ ഹിസ്റ്ററിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇന്ത്യൻ ഭരണഘടന പഠിക്കും. ഇതൊന്നും ഫൗണ്ടേഷൻ ഇല്ലാതെ പഠിച്ച് കുറച്ച് ചോദ്യോത്തരം പഠിച്ചങ്ങ് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതും, മാർക്ക് കിട്ടും. എന്നാലോ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? നമ്മളുടെ അറിവുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് മറ്റു ചോദ്യങ്ങളും ഉത്തരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിലുള്ള ശക്തമായ, ഈ കോർ ഏരിയയിലുള്ള ശക്തമായ ഇടപെടൽ, പിന്നെ ഈ 10 മാർക്ക് ഉറപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ടോട്ടൽ 60 മാർക്ക് ഓൾറെഡി ആയി. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതും നിങ്ങളുടെ ഓർമ്മയിൽ തങ്ങുന്നതുമായ ഭാഗങ്ങൾക്ക് ഒരു പ്രാധാന്യവും വെയിറ്റേജും കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങളൊരു പക്ഷേ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ആകണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ച ആളാണെങ്കിൽ ഈ ഭൗതിക ശാസ്ത്രത്തിൽ ആകെ 3 മാർക്കേ ഉള്ളൂ. ഒരുപാട് പരന്ന സിലബസ് ആണ്, നമുക്ക് കാണാം. അതുപോലെ രസതന്ത്രം, അതിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുത്താതെ നോക്കാം. പിന്നെ ഇന്ത്യൻ ഭരണഘടന ഇവിടെ നമ്മൾ ചേർത്ത് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ കൂടെ ചേർത്ത് 60 മാർക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ 60 മാർക്കിന്റെ എത്ര ശതമാനം കഴിയുന്ന 100% എത്തിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള മേഖലകളിൽ, എല്ലാ മേഖലകളിലും വേണ്ട ഒരു ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കാനും കൂടി ശ്രമിച്ചാൽ, ഇത് മിക്കവാറും എല്ലാവരും പഠിക്കുന്ന ഒരു ഏരിയ ആണല്ലോ. അടുത്ത ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വരാൻ നോക്കുമ്പോൾ പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. ആ 6 മാർക്ക് കൂടി ചേർത്താൽ നിങ്ങൾ മെല്ലെ ടോപ്പർ ആയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ജില്ലയിൽ. അത് മറന്നു പോകരുത്. ഈ അബ്സ്ട്രാക്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, അതായത് നമ്മളുടെ LDC പരീക്ഷ, PSC പരീക്ഷ പൊതുവെയും LDC പരീക്ഷ പ്രത്യേകിച്ചും ഒരു പൊതുവിജ്ഞാന പരീക്ഷ മാത്രമല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അതുപോലെ കോർ ഏരിയ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായി തുടങ്ങും. നമുക്ക് LDC പൊതുവിജ്ഞാന സിലബസിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി പോകാം. ഇവിടെ നോക്കൂ, പൊതുവിജ്ഞാനത്തിലെ ചരിത്രമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ചരിത്രം 5 മാർക്കാണ്. 5 മാർക്ക് ചരിത്രത്തിൽ കേരള ചരിത്രമുണ്ട്, ഇന്ത്യ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ ലോക ചരിത്രമുണ്ട്. അപ്പൊ ആദ്യം ഓർക്കണം, ഈ 5 മാർക്കിൽ തന്നെ 3 ഡിവിഷൻസ് ഉണ്ട്. കേരളത്തിൽ എന്തൊക്കെയാണ്? യൂറോപ്യന്മാരുടെ വരവ്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള ഒരു പ്രധാന സംഭവമാണ്. കേരളത്തിൽ അതെന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. കേരളത്തിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം,
1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇത്രയും ഭാഗങ്ങൾ കേരളത്തിൽ നിന്ന് നോക്കണേ. ഇതിൽ നിന്ന് 5 മാർക്കല്ല, ആകെ 5 മാർക്കേ ഉള്ളൂ. അതിൽ കേരളത്തിൽ നിന്ന് ഇത്രയും കാര്യം പഠിക്കണം. ഇതൊരു വോളിയം ഉണ്ട്, അത് പഠിച്ചെടുക്കണം. നമ്മൾ നേരത്തെ തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റേജ് വരെ വരുന്നുണ്ട്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, പിന്നെ വിദേശ നയം. ഇത്രയും ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്നു. 5 മാർക്ക്. ഇതും ചേർന്നാൽ മൊത്തത്തിൽ 5 മാർക്കല്ല, ഇനി ഒരു ഭാഗം കൂടി വരാനുണ്ട്. ലോകത്തിന്റെ ചരിത്രം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഈ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് ഒരൊറ്റ വരിയാണെങ്കിലും ഒരുപാട് സംഘടനകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന ഈ ചരിത്ര ഭാഗത്തു നിന്ന് നമുക്കുള്ളത് 5 മാർക്കാണ്. മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ചരിത്രം മാത്രം പഠിച്ച്, ചരിത്രത്തിലെല്ലാം പഠിച്ച് ഒന്നും ഇനി മിസ്സാവാനില്ല എന്നുള്ള രീതിയിൽ ഈ പരീക്ഷയ്ക്ക് പോയാലും 5 മാർക്കിൽ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കണ്ട എന്ന് PSC പറയുകയാണ്. ഇത് ഓർത്തുകൊണ്ട് വേണം നമ്മുടെ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ചരിത്രം പഠിക്കരുതെന്നല്ല. ചരിത്രം വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റ് ആണ്, പഠിച്ചെടുക്കാവുന്നതാണ്. ഈ 5 മാർക്കിൽ 5 മാർക്ക് നേടിയെടുക്കുകയും ചെയ്യാം. പക്ഷേ ഫോക്കസ് നമ്മുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് മറക്കരുത്. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുക, ആ ജില്ലയിൽ, നമ്മൾ എഴുതുന്ന ജില്ലയിലെ ടോപ്പർ ആകുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ചരിത്രത്തിലെ ഫുൾ മാർക്ക് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓർക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗമായ ഭൂമിശാസ്ത്രം നോക്കാം. ഭൂമിശാസ്ത്രത്തിലും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ബാധകമാണ്. ഭൂമിശാസ്ത്രത്തിന്റെ കാര്യത്തിലും 5 മാർക്കാണുള്ളത്. ഭൂമിശാസ്ത്രത്തിൽ എന്തൊക്കെ ഭാഗമുണ്ട് നോക്കൂ. ഭൂമിശാസ്ത്രത്തിൽ ഒന്ന്, ഭൂമിശാസ്ത്രം എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഭൂമിശാസ്ത്രം എന്താണ്, എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി, ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയെ പറ്റി, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, പിന്നെ നമ്മുടെ മാപ്പുകൾ, ഭൂപടങ്ങൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം. ഇതൊക്കെ ചിലതൊക്കെ മലയാളീകരിച്ചിട്ടുണ്ട്. ഇപ്പം ചിലതൊന്നും ജിയോഗ്രാഫിക് പൊസിഷനിങ് സിസ്റ്റം അതൊക്കെ ഉണ്ട്. പക്ഷേ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. PSCന്റെ സിലബസിലുള്ള ഒരു പ്രത്യേകതയാണത്. മാപ്പുകൾ എന്നുള്ളത് ഭൂപടങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടില്ല. അതുപോലെ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഈ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ തന്നെ എത്ര വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് എത്ര വിപുലമായ ഭാഗമാണെന്ന് നോക്കാം. ഇത്രയും ഭാഗങ്ങൾ ഇതിൽ വരുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലേക്ക് പോവുകയാണ്. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും ഭാഗങ്ങൾ ഇന്ത്യ എന്ന് വരുന്നു. അപ്പോൾ നോക്കൂ, 5 മാർക്കാണ് മൊത്തം. ഭൂമിശാസ്ത്രത്തെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളെല്ലാം പഠിക്കണം. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഇനി കേരളത്തിന് ഇന്ത്യയെ പഠിച്ച പോലെ തന്നെ ഭൂപ്രകൃതി പഠിക്കണം. അവിടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളാണെങ്കിൽ ഇവിടെ ജില്ലകൾ, സവിശേഷതകൾ പഠിക്കണം. നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അവസാന പാർട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒന്നാണ്. ഇത്രയും ഭാഗങ്ങൾ, അതായത് ജിയോഗ്രഫിയുടെ പ്രധാനപ്പെട്ട, ഭൂമിശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുക, പിന്നെ കേരളം. ഇതെല്ലാം ചേർന്നാൽ എത്ര മാർക്ക്? 5 മാർക്ക്. ഇതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് ചരിത്രത്തിലുള്ളതുപോലെ ഭൂമിശാസ്ത്രത്തിലും വിപുലമായ സിലബസ് ഉണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വേണം. ഇതൊക്കെ പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ എന്ന് ഓർമ്മ വേണം. എല്ലാ സമയവും ജിയോഗ്രഫി പഠിക്കാൻ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കാൻ മാത്രം ചിലവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക് നഷ്ടമായി പോകുമെന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി നമ്മൾ GKയിലെ അടുത്ത ഭാഗം, ജനറൽ നോളജിന്റെ അടുത്ത ഭാഗമായ ധനതത്വശാസ്ത്രത്തിലേക്ക് പോകാം. ധനതത്വശാസ്ത്രത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏറ്റവും ഒരുപക്ഷെ PSC പരീക്ഷയിൽ സിലബസിൽ ഏറ്റവും ചുരുങ്ങിയ വരികളിൽ എഴുതി
പോകുന്ന ഒരു ഭാഗമാണ് ധനതത്വ ശാസ്ത്രം. 5 മാർക്കുണ്ട്. അതിൽ നോക്കൂ, ഇന്ത്യ സാമ്പത്തിക രംഗം. ഈ സാമ്പത്തിക രംഗം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആലോചിച്ചാൽ മതി. പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇതിലൊരു 5 മാർക്കുണ്ട്. അപ്പോൾ ഇക്കണോമിക്സ് അറിയുന്നവനും ഇക്കണോമിക്സ് പഠിക്കാൻ തയ്യാറുള്ളവനും പഠിക്കാൻ തയ്യാറുണ്ടായാൽ മതി, ആസ്വദിക്കാൻ തയ്യാറായാൽ മതി. വളരെ വണ്ടർഫുൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്ന വിഷയമാണ് ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കുണ്ട്. ചരിത്രത്തിൽ എഫേർട്ട് എടുക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിൽ എഫേർട്ട് എടുക്കുന്നത് പോലെ, അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ എഫേർട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ 5 മാർക്ക് നേടാം. അപ്പോൾ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുമ്പോൾ ഇത് ഓർക്കുക. ഡയറക്ഷൻ, വിന്നിംഗ് സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സ്കോറുകൾ നമ്മളുടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഭാഗമായിട്ടുള്ളത് നമ്മളുടെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക് എങ്ങനെയാണുള്ളത് നോക്കാം. ഈ 5 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരുപക്ഷെ നിയമവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ചേർക്കാവുന്ന ചില സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെടുത്താവുന്ന കേരളത്തിലെ ഭരണ സംവിധാനം അടുത്ത് തന്നെ ഉണ്ട്. അത് നോക്കാം, നമുക്കിത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സമിതി, ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. ആമുഖം, ഭരണഘടനയുടെ ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അതിൽ 42, 44, 52, 73, 74, 86, 91 ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പഞ്ചായത്തി രാജ് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ 73, 74 ഭരണഘടനാ ഭേദഗതിയും പറയുന്നു, പഞ്ചായത്തി രാജും പറയാം. അപ്പോൾ പഞ്ചായത്തി രാജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കായി. ഓക്കെ. പിന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കൂ. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, പിന്നെ തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇത്രയും ഭാഗങ്ങൾക്ക് 5 മാർക്കുണ്ട്. അപ്പോൾ ഈ 5 കൂട്ടിയിട്ട് വേണേൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് അവിടെ ഡിവൈസ് ചെയ്യാവുന്നതാണ്. അതൊരു കോർ ഏരിയ ആക്കി എടുത്തുകൊണ്ട് പഠിക്കുന്നത് ഏകദേശം തത്തുല്യമായ കാര്യങ്ങളായതുകൊണ്ട് കമ്പയർ ചെയ്ത് പഠിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ആ 10 മാർക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഭാഗം നമ്മൾ സയൻസിൻ്റെ ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. അതിൽ ആദ്യമുള്ള ഭാഗം എന്ന് പറയുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഒരുപക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്ന് തോന്നലുള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം കുറച്ചുകൂടി പഠിക്കാൻ സുഖമായിരിക്കുക. ജീവശാസ്ത്രം എന്താണ് വരുന്നത്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. മനുഷ്യ ശരീരം, ജീവകങ്ങളും ധാതുക്കളും, അവയുടെ അപര്യാപ്തത, രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ കേരളത്തിലെ കേരളം എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലൊക്കെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ ചോദ്യം വരാൻ സാധ്യതകളാണ്. ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് 6 മാർക്കുണ്ട്. അപ്പോൾ പഠിച്ചാൽ വലിയ തെറ്റില്ലാതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയെ ഇതിന് പരിഗണിക്കാവുന്നതാണ്, സയൻസിനോട് അലർജി ഇല്ലെങ്കിൽ. പൊതുവിജ്ഞാനത്തിലെ അടുത്ത ഭാഗം സയൻസിലൂടെയുള്ള യാത്രയാണ്. ജീവശാസ്ത്രം കഴിഞ്ഞു, ഈ ഭൗതിക ശാസ്ത്രം. 3 മാർക്കാണുള്ളത്, മറന്നു പോകരുത്. ഇതിലേക്ക് നമ്മൾ സ്വയം മുഴുകി അത് മാത്രം പഠിച്ചു പോയാൽ 3 മാർക്ക് കിട്ടുള്ളൂ എന്ന് മറക്കാതിരിക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. വിപുലമായ സിലബസ് ആണ്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, പിന്നെ ചലനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെ. ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, ദെൻ 3ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, പ്രകാശം, ലെൻസ്, ദർപ്പണം, പിന്നെ R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇൻഫ്രാറെഡ് റേസ്, UV റേസ്, എക്സ്റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇതൊക്കെ ഒറ്റ വരിയിൽ അങ്ങ് പറഞ്ഞെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ളതുണ്ട്. അതുകൊണ്ട് സാധ്യതകളുണ്ട്. സാധാരണ ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ പോലും ഇവിടെ നമ്മളെ സഹായിച്ചേക്കും. അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും ഒരുപാട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഓവർ ഫോക്കസ്ഡ് ആയി ഇത് മാത്രം പഠിച്ചാൽ പോരാ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അടുത്തത് ശബ്ദമാണ്. അപ്പോൾ പ്രകാശം കഴിഞ്ഞു, ശബ്ദമാണ്. വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം ഇവിടെ വരുന്നത്, അനുരണനം, ആവർത്തന പ്രതിപാദനം. ഒരുപക്ഷെ ശബ്ദത്തിന്റെ
വേഗം. ശബ്ദത്തിന്റെ പ്രത്യേകത അത് മീഡിയം അത്യാവശ്യമാണ്, പ്രകാശത്തിന് മീഡിയം അത്യാവശ്യമില്ല. ശബ്ദത്തിന്റെ വിവിധ മീഡിയങ്ങളിലുള്ള പ്രവേഗമായിരിക്കാം ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അനുരണനം, ആവർത്തന പ്രതിപതനം. പിന്നെ അടുത്തത് ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ഇത്രയും ബലത്തിൽ നിന്ന് വരുന്നു. പിന്നെ ഗുരുത്വാകർഷണം, മറ്റൊരു ഗുരുത്വാകർഷണ ബലമുണ്ടല്ലോ, അതിനെപ്പറ്റി. അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ഗ്രാവിറ്റി, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൂല്യം. ഇത്രയും ഭാഗങ്ങൾ വരുന്നു. പിന്നെ താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. പിന്നെ പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ. അപ്പോൾ ഉത്തോലകങ്ങളിലൊക്കെ വിവിധ ടൈപ്പ് ഉത്തോലകങ്ങൾ, എത്ര വർഗ്ഗ ഉത്തോലകമാണെന്നൊക്കെ ഉള്ളതിൽ വന്നേക്കാം. അപ്പോൾ ഇത്രയും വിപുലമായ ഒരു സിലബസിൽ നിന്ന് നമുക്കുള്ളത് 3 മാർക്കാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഈ 3 മാർക്കിന് വേണ്ടിയിട്ടുള്ള അറിവ് ഇതിൽ നിന്ന് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നുള്ളതിനെ പറ്റി ഏകദേശ ട്രെൻഡൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ താല്പര്യത്തിന്, നമ്മളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹത്തിന് അനുസരിച്ച് കൊണ്ട് വേണം ഇത് പ്ലാൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഭൗതികശാസ്ത്രം മുഴുവൻ പഠിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇനി രസതന്ത്രം നോക്കുക. രസതന്ത്രം 3 മാർക്കിനാണുള്ളത്. 3 മാർക്കിനുള്ളത് എത്രമാത്രമുണ്ട്? ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിന്റെ മിശ്രിതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ, ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. അതായത് രസതന്ത്രത്തിൽ ഭീകരമായ ഒരു സിലബസ് ഇവർ തന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഫിസിക്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നതിലും ഇത് മൂലകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരുപാട് മൂലകങ്ങൾ പഠിക്കാനുണ്ട്. ആവർത്തന പട്ടിക എന്ന് പറയുമ്പോൾ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. എന്നാൽ പോലും കാണുമ്പോൾ നമുക്കൊരു മാനസിക സുഖമുള്ള ഒരു ചെറിയ സിലബസ് ആയിട്ട് ഈ 3 മാർക്കിന്റെ രസതന്ത്രമുണ്ട്. 3 മാർക്കേ ഉള്ളൂ എന്ന് മറക്കാതെ ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ഭാഗം 5 മാർക്കുള്ള ഒരു ഭാഗമാണ്. അത് കല, സാഹിത്യം, സംസ്കാരം, കായികം തുടങ്ങിയത് ചേർന്ന 5 മാർക്കുള്ളത്. അതിൽ കലയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. കലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവവും അതുപോലെ വ്യാപനവും പരിശീലനം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ, പ്രശസ്തരായ സ്ഥലം, സ്ഥാപനം, വ്യക്തി, കലാകാരൻ, എഴുത്തുകാർ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ ആ കലയെ പറ്റി മാത്രം പഠിച്ചുകൊണ്ടാൽ നമുക്ക് ഈ മാർക്ക് കിട്ടില്ല എന്ന് ഓർക്കുക. കായിക മേഖലയിൽ നിന്ന് വരുന്നത് ഇതുപോലെ തന്നെയാണ്. കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പിന്നെ പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, പിന്നെ ഏഷ്യൻ ഗെയിംസിനെ പറ്റി, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, അതുപോലെ സാഫ് ഗെയിംസ്, അതിൻ്റെയൊക്കെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. പ്യുവർ ജനറൽ നോളജിന്റെ ഭാഗമായിട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ വേണ്ട ഏരിയയിലൂടെയാണ് പോകുന്നത്. പഠിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ സാഹിത്യം കുറച്ചുകൂടി നമുക്ക് താല്പര്യം വരുന്നൊരു മേഖലയാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ,
ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. ഇനി സംസ്കാരം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇത്രയും ഭാഗങ്ങളാണ് സംസ്കാരത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഭാഗത്തിൽ നിന്നാണ് ഈ മാർക്കുള്ളതെന്ന് ഓർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇത് പഠിക്കാനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ക്വിസിനൊക്കെ പഠിക്കും പോലെ കുറേ ഫാക്ച്വൽ ഇൻഫർമേഷൻ ഇതിൽ നമുക്ക് എടുക്കാനുണ്ടാവും. ആദ്യത്തേത് അവാർഡ് കിട്ടിയത് ആർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ ഒരു കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. ഇനി അടുത്ത മേഖല എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ 3 മാർക്കേ ഉള്ളൂ കേട്ടോ. ഇതെപ്പോഴും നിങ്ങളുടെ മാർക്കിനെ പറ്റി നല്ല ബോധത്തോടു കൂടി വേണം സിലബസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ തന്നെ ഓരോ വിഷയത്തിന് എത്ര സമയം കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം. ആ തീരുമാനത്തിലൊക്കെ എന്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം, ഇത് എത്ര മാർക്കിനുള്ളതാണുള്ള ഒരു ചിന്ത എപ്പോഴും വേണം. അത് നിർബന്ധമായിട്ട് വേണം. അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോൾ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് കിടന്ന് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു ചോദ്യത്തിനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുത്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഭാഗത്തിന് മൊത്തം ഇത്രയേ ഉള്ളൂ, 3 മാർക്കേ ഉള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. അത് ഓർക്കുക. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസേഴ്സ്, ഔട്ട്പുട്ട് ഡിവൈസസ്, നെയിംസ് ആൻഡ് യൂസേഴ്സ്, ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസസ്, പ്രൈമറി, സെക്കൻഡറി, എക്സാമ്പിൾസ്, ഫീച്ചേഴ്സ്. അത്രയും വേണ്ടു. അത് ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും പോകണ്ട, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് like word processors, spreadsheet, database packages, presentation, image editors, users, features and fundamental concepts of each. അത്രയും മതി. Basic of programming: types of instructions, input, output, store, control, transfer. Language need not be considered. വെറുതെ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും പഠിക്കാൻ പോകണ്ട. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ചോദിക്കുന്നത്: LAN, WAN, പിന്നെ MAN, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, അതിൻ്റെയൊക്കെ യൂസസ് ആണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അടുത്ത ഭാഗമായിട്ട് ഇൻ്റർനെറ്റ്, അതിൻ്റെ സർവീസസ്, WWW, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ്, സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ് മാത്രം മതി. ഗവേണൻസ്. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് അടുത്ത ഒരു ഭാഗം വരുന്നു സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. അതിൽ ടൈപ്സ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവൽ വേണം. അതുപോലെ IT ആക്ട് ആൻഡ് അതർ ലോസ്, അവയർനെസ് അറിഞ്ഞിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. അറിഞ്ഞിരിക്കണം എന്ന് PSC പറയുമ്പോൾ അറിയുമോ എന്ന് ചോദിക്കും ഏതെങ്കിലും സെക്ഷനൊക്കെ എടുത്ത്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട സെക്ഷനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അത് മറക്കാതിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മൾ 10 മാർക്ക്, 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും 5 മാർക്ക് കേരള അഡ്മിനിസ്ട്രേഷനും പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന, ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനായി കുറച്ചുകൂടി നേരെ ചേർത്ത് വെക്കാവുന്ന ഒരു ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ. 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 5 മാർക്കിന് ചോദിക്കുന്ന സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന, നമ്മൾ അറിയേണ്ടുന്ന നിയമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് പഠിക്കുന്നതിൽ സന്തോഷത്തോടു കൂടി പഠിക്കുക. കൂടുതൽ വ്യക്തതയുള്ള ഒരു പൗരനായി ജീവിക്കാൻ നമ്മുടെ ഈ നിയമങ്ങളുടെ അറിവ് സഹായിക്കും. എന്തൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. ഒന്ന്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. നമ്മളുടെ ഒരു അവകാശവും അധികാരവുമാണല്ലോ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമം. പിന്നെ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾനറബിൾ സെക്ഷൻസ്. ആരൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SCs and STs, നാഷണൽ കമ്മീഷൻ ഫോർ SC/ST, കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ. ഇത്രയും ഇതിനൊക്കെ അടിസ്ഥാന നിയമങ്ങളുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ആയാലും എല്ലാത്തിനും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, പ്രധാന വകുപ്പുകൾ, ഏതൊക്കെ തരത്തിലുള്ള കുറ്റങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളെ പറ്റി ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, offences affecting public decency and morals, National and State Commission for Women, then the Protection of Women from Domestic Violence Act in 2005, then a Protection and Safeguards of Children, Protection of Children from Sexual Offence, POCSO Act
2012 ആക്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ 5 മാർക്ക് കിട്ടും. ഈ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് നല്ല നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു പൗരനായി ജീവിക്കാനും സഹായിക്കുന്നതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന വിവിധ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയും തുല്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംവിധാനമായതുകൊണ്ട് നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയിരിക്കുന്ന ആ മാർക്കിൻ്റെ കൂടെ ഇതുകൂടി കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പഠനം നിങ്ങളെ ഈ PSC പരീക്ഷയിൽ മുന്നിലെത്തിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള നിങ്ങളുടെ ജീവിത രീതിയിൽ മുന്നിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഈ 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5 മാർക്ക് കൂടി ചേർത്ത് പഠിക്കാനാണ് നമ്മുടെ ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജിയിൽ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത, അതായത് നമ്മൾ ജനറൽ നോളജിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഭാഗത്തിലേക്ക് പോവുകയാണ്. എന്താണ് സെക്കൻഡ് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല പറയാൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? ആനുകാലിക വിഷയങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. 20 മാർക്കുണ്ട്. അപ്പം ഈ 20 മാർക്കിനെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക, അത് LDC ടോപ്പറുടെ ലക്ഷ്യമായിരിക്കണം. അതായത് കറണ്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ, ഇന്ത്യ, ലോകം, അതുപോലെ തന്നെ കേരളം, ഇതിലൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, അവാർഡുകൾ, പിന്നെ സാഹിത്യം, രചനകൾ, ഇതെല്ലാം ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാലേ എല്ലാ ചോദ്യങ്ങളും ആദ്യമേ പുറത്തെത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ആനുകാലികം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് പത്രം വായിക്കുകയും ന്യൂസ് കേൾക്കുകയും ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആനുകാലികം നോട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു നോട്ട്ബുക്ക് തയ്യാറാക്കുക എന്നുള്ളത്. നിങ്ങൾ കണക്ക് പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും GK പഠിക്കാനും ഒക്കെ നോട്ട്ബുക്കൊക്കെ റെഡിയാക്കി നോട്ടൊക്കെ എഴുതില്ലേ, അതിനേക്കാളും പ്രാധാന്യം നൽകേണ്ട ഒരു സംഗതിയാണ് ഈ ആനുകാലിക വിഷയങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് വെച്ച് പത്രമൊക്കെ വായിച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക. പത്രം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, PSC പരീക്ഷയ്ക്ക് സാധ്യതയുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് പോകുമ്പം ഫൈനാലിറ്റി വരാത്ത പോയിന്റ്സ് നോട്ട് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞാൽ അതിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആദ്യം നോട്ട് ചെയ്തെടുത്ത് തന്നെ അത് കറക്റ്റ് ചെയ്ത് എന്താണ് പിന്നീട് സംഭവിച്ചത് നോക്കണം. ഓക്കെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കോർ ഏരിയ ആണ്, ഇനി ഇങ്ങോട്ട് മുഴുവൻ കോർ ഏരിയ ആണ്, ആനുകാലിക വിഷയങ്ങളിൽ കോർ ഏരിയ പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മൾ കണക്ക്, റീസണിംഗ് എന്ന് പറയാവുന്ന ഈ മേഖല. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധന എന്നൊക്കെ പറയുന്നത് കണക്ക്, റീസണിങ്. ഓക്കെ, ആ കണക്കിലെ ലഘുഗണിതത്തിലെ ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 5 മാർക്കാണ് അവിടുന്ന് വരുന്നത്. 2 കൂടി ചേർന്ന് 10 മാർക്കുണ്ട്. അത് ലഘുഗണിതം 5 മാർക്കിൽ പെടുന്ന സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, കൂട്ടുക, കുറയ്ക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൽ വരും കേട്ടോ. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ, ഇത്രയും ഭാഗങ്ങൾ 12 ടോപ്പിക്സ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർക്കുക, ഇതിൻ്റെ ഒന്നും തന്നെ സൂത്രവാക്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് എനിക്കറിയാമെന്ന് വിചാരിച്ച് പരീക്ഷയ്ക്ക് പോകരുത്. കണക്കിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ പ്രത്യേകത നമ്മൾ ചെയ്ത് പഠിക്കണം. അതായത് ഇപ്പം ശതമാനവുമായിട്ട് ബന്ധപ്പെട്ട് ശതമാനം കണ്ടു നോക്കി അറിയാമെന്ന് മനസ്സിൽ വെച്ചാൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്ന് അറിയാമെന്ന് വിചാരിച്ച് പോയി പരീക്ഷയ്ക്ക് ചോദ്യം എടുത്ത് നോക്കിയാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിവിധ ടൈപ്പുള്ള ചോദ്യങ്ങൾ ചെയ്ത് ശതമാനത്തിന് ഏത് കണക്ക് വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് പോകണം. ശതമാനം മാത്രമല്ല, എല്ലാത്തിലും, ഈവൻ കൂട്ടുക, കുറയ്ക്കുക എന്നുള്ളതിൽ പോലും, പിന്നെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകളൊക്കെ ചേർന്ന ആ ക്രിയകളിലൊക്കെ തന്നെ ഇത് ബാധകമാണ്. അപ്പം കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം, മറക്കരുത്. ഇനി ഇതിലെ റീസണിങ് പാർട്ടിൽ എന്തൊക്കെയാണല്ലോ 5 മാർക്കുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റീസണിങ് പാർട്ടിൽ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന എന്നുള്ളതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കൂ. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സീരീസാണ് ഫസ്റ്റ് പാർട്ട്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക് സയൻസ്, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, അനാലജി, വേർഡ് അനാലജി, ആൽഫബറ്റ് അനാലജി, നമ്പർ അനാലജി, ഇങ്ങനെ അനാലജിയുടെ വിവിധ ടൈപ്പ് ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് മാൻ ഔട്ട്, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, കലണ്ടറും തീയതിയും, ഡേറ്റ് ആൻഡ് കലണ്ടർ,
ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇത്രയും ഭാഗങ്ങളാണ് 5 മാർക്കിന് വരുന്നത്. അപ്പോൾ നോക്ക്, മാർക്കിന്റെ ഡെൻസിറ്റി കണക്കിൽ കൂടുതലാണ്. മറ്റുള്ള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ കണക്കിൽ 5 മാർക്ക്, അതുപോലെ റീസണിങ്ങിൽ 5 മാർക്ക് കിട്ടാൻ ഇത്രയും മേഖലകൾ പഠിക്കാനുള്ളൂ. ഈ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, പലതവണ ചെയ്ത് സ്വന്തമാക്കണം എന്നുള്ളത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ 10 മാർക്ക് ഒരു കാരണവശാലും മിസ്സാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം ഫുൾ മാർക്ക് നേടാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാമെങ്കിൽ, ചെയ്ത് പരിചയമുണ്ടെങ്കിൽ PSC പരീക്ഷയിൽ കണക്കിൽ ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താണ്? ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ഈ 10 മാർക്ക് നമുക്ക് ഗ്രാമർ, വൊക്കാബുലറി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിലെ ഗ്രാമർ പാർട്ടിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്രാമറിലൊക്കെ ഒരുപക്ഷെ കേരളത്തിലുള്ള ആൾക്കാർ മലയാളം പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. ഗ്രാമറൊക്കെ ഏറ്റവും കൂടുതൽ പലതവണ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, വൊക്കാബുലറിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിച്ച് പഠിക്കാത്തത് കൊണ്ട് പഠിച്ചു വെച്ച ഗ്രാമറൊക്കെ ഇങ്ങനെ മറന്നു പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എന്നും പഠിച്ചിരിക്കുന്ന ഗ്രാമർ അപ്ലൈ ചെയ്യുന്ന, നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്, അതായത് കണക്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആവശ്യമുള്ള മറ്റൊരു ഭാഗമാണ് ഇംഗ്ലീഷ് എന്നുള്ളത് മറക്കാതിരിക്കുക. അത് ഗ്രാമർ ആയാലും വൊക്കാബുലറി ആയാലും. എന്തൊക്കെയാണ് ചോദിക്കുന്നത് സിലബസിൽ? ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്. വിവിധ തരത്തിലുള്ള സെൻറ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്യുന്നതൊക്കെ. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, വിവിധ പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വേർബ്, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് എങ്ങനെയാണ്, കോൺകോർഡ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കും. ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചോദിക്കും. യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ് ചോദിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് ചോദിക്കുന്നു. ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ചോദിക്കുന്നു. ടെൻസസ് ചോദിക്കുന്നു. ഒരുപക്ഷെ PSC പരീക്ഷയിലാണ് ഈ 12 ടെൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. നിത്യജീവിതത്തിൽ ആവശ്യമില്ലെങ്കിലും PSCയിൽ അത് പഠിച്ചു വെക്കണം. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, പിന്നെ പ്രിപ്പോസിഷൻസ്, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത്രയും ഭാഗങ്ങൾ, ഒരു 15 ഭാഗങ്ങൾ ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നത്, സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിന് സാധ്യതയുണ്ട്. പിന്നെ വൊക്കാബുലറിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയേ. 5 മാർക്ക് അവിടെയുണ്ട്. 10 മാർക്ക് അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ. 5 മാർക്ക് വൊക്കാബുലറി ചോദിച്ചിരിക്കുന്നത്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതായത് ബഹുവചനം ചോദിക്കുക. പിന്നെ ചേഞ്ച് ഓഫ് ജെൻഡർ, പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ. കളക്റ്റീവ് നൗൺസ് ചോദിക്കാം. വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, മറ്റു വാക്കുകളിൽ നിന്നുണ്ടാവുന്ന വാക്കുകളെ പറ്റി ചോദിക്കാം. അതുപോലെ പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ ചോദിക്കാം. കോമ്പൗണ്ട് വേർഡ്സ് ചോദിക്കാം. സിനോണിംസ്, ആന്റണിംസ്, ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, നമുക്ക് പെട്ടെന്ന് മാറിപ്പോകാവുന്ന, തെറ്റിപ്പോകുന്ന വേർഡ്സ്. സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കാം. ഏതാണ് കറക്റ്റ്ലി സ്പെൽറ്റ് ഏതാണെന്നുള്ളത് ചോദിക്കാം. അതിന് സാധാരണ PSCക്ക് ഇഷ്ടമുള്ള കുറേ വേർഡ്സ് ഉണ്ട്. സ്പെല്ലിംഗ് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ്, അതും ഇംഗ്ലീഷിലെ വൊക്കാബുലറിയുടെ ഭാഗമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ, എല്ലാ ഭാഗവും ചോദിക്കണമെന്നില്ല. 5 മാർക്കുണ്ട്. 5 മാർക്കിന് വേണ്ട 5 ചോദ്യങ്ങൾക്ക് ഈ വൊക്കാബുലറിയിൽ സാധ്യതയുണ്ട്. അതുപോലെ 5 ചോദ്യങ്ങൾക്ക് നമ്മളുടെ ഗ്രാമർ പാർട്ടിലുണ്ട്. ഇങ്ങനെ 10 മാർക്ക്. അപ്പോൾ നോക്കൂ, കണക്ക് റീസണിങ്ങിൽ 10 മാർക്ക് ഉള്ളതുപോലെ ഇംഗ്ലീഷിൽ 10 മാർക്ക് ഇവിടെ കിടക്കുന്നു. ഇനി കോർ ഏരിയയിലെ അവസാന ഭാഗമാണ് നമ്മുടെ പ്രാദേശിക ഭാഷ. പ്രാദേശിക ഭാഷകളിൽ നമുക്ക് മലയാളം. അപ്പോൾ മലയാളത്തിൽ 10 മാർക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക. ഇത്രയും കാര്യങ്ങൾ ചേർന്നാണ് മലയാളത്തിലെ സിലബസ്. വളരെ ഡയറക്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഒറ്റപ്പദമൊക്കെ അല്ലാതെ തന്നെ ഒരു സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ഇതായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. കുറച്ചൊക്കെ ഒരു ജനറൽ നോളജ് പോലെ പഠിക്കാവുന്നതാണ്. ഗ്രാമറിന്റെ ഭാഗം വരുമ്പം അതിൻ്റെ നിയമങ്ങളനുസരിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കൂടുതൽ അർത്ഥം പഠിക്കുക. മലയാള വാക്കുകളുടെ അർത്ഥം, പര്യായം, നാനാർത്ഥം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ ഇതിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും. 10 മാർക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചേർന്നതാണ് ശരിക്ക് LDCയുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് LDCയുടെ സിലബസിൻ്റെ ആബ്സ്ട്രാക്റ്റിലേക്ക് ഒന്ന് പോയി ഞാനൊന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു സ്ട്രാറ്റജി, ഒരു വിന്നിങ് സ്ട്രാറ്റജി ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാൽ മതി. അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന വിവിധ മേഖലകളിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് ഡെൻസിറ്റി കുറവാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ മാർക്ക് കുറവാണ്. അതായത്
കോർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏരിയയെ തെരഞ്ഞു പിടിച്ച് അത് ഫോക്കസ് ചെയ്യുന്ന സംവിധാനത്തിന് ഡയറക്ഷൻ കോർ ഏരിയ എന്ന് വിളിക്കുന്നു. അതാണ് അതിന്റെ ശരി. അപ്പോൾ കോർ ഏരിയ ആയിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി മാർക്ക് ചെയ്തിരുന്നത് എപ്പോഴും ഓർക്കുക, നിങ്ങൾ പഠനത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ആനുകാലിക വിഷയങ്ങൾ നോട്ട് ചെയ്ത് തുടങ്ങുക, പഠിച്ചത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കുക. നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ല, അറിഞ്ഞത് ശ്രദ്ധിക്കാതെ മറന്നുപോയത് തുടങ്ങിയതേ ഇതിൽ മാർക്ക് മിസ്സാവുള്ളൂ. അപ്പോൾ ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ. പിന്നെ കണക്ക് ചെയ്ത് തുടങ്ങുക, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിച്ച് അത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഭാഷ മലയാളത്തിന് പ്രാധാന്യം നൽകുക, മലയാള പദങ്ങളും ഇതൊക്കെ ഗ്രാമറൊക്കെ പഠിച്ച് തുടങ്ങുക. ഇത്രയായി കഴിയുമ്പോൾ തന്നെ ഏകദേശം 50% മാർക്കായി എന്നുള്ളത് ഓർക്കുക. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള സംഗതികൾ, ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ സുപ്രധാന നിയമങ്ങളും ചേർത്ത് 10 മാർക്ക് ഇവിടെ ഉണ്ടെന്ന് ഓർക്കുക. 60 മാർക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് കേരളം ഭരണ സംവിധാനം കൂട്ടാൻ പറ്റുമെങ്കിൽ 5 മാർക്ക് അവിടെ കിട്ടും. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ജീവശാസ്ത്രത്തിലെ രോഗങ്ങളെ പറ്റിയൊക്കെയുള്ള പൊതുവേ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. വിറ്റാമിൻ കുറവ് കൊണ്ട് വരുന്ന അസുഖങ്ങൾ ഏതാണ് എന്നുള്ളത്, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ഏതാണ്, ജീവിതശൈലി രോഗങ്ങൾ ഏതാണ്, അതിൽ വലിയൊരു ഭാഗമാണ്. അതുപോലെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട നമുക്ക് വിവിധ വ്യവസ്ഥകളെ പറ്റിയൊക്കെ നല്ല അറിവ് ഓൾറെഡി തന്നെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള 6 മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഇക്കണോമിക്സ് പഠിച്ചാലേ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഇവിടെ ഒരു 5 മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ. അത് മെനക്കെട്ട് കഴിഞ്ഞാൽ 5 മാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോർ ഏരിയ ഫിലോസഫി വെച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വർഷത്തെ പരിചയമുള്ള 19ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഡയറക്ഷൻ ഉള്ളത്. ഡയറക്ഷൻ്റെ വിന്നിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇത് പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം. ഇതെല്ലാം ഫൗണ്ടേഷൻ ബേസ്ഡ് ആണ്. അതായത് ഇതൊക്കെ നിങ്ങൾക്കൊരു സുപ്രഭാതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അങ്ങ് പറഞ്ഞു പഠിക്കലോ ചെയ്ത് പഠിക്കലോ അല്ല. വരേണ്ട വഴികളിലൂടെ തന്നെ തീർച്ചയായിട്ടും വരണം. അതായത് ഫൗണ്ടേഷനൊക്കെ ശരിക്കും സ്ട്രോങ് ആക്കി ഇടണം. എന്നാലേ നമുക്ക് വിജയത്തിൻ്റെ സൗധങ്ങൾ പണിയുവാൻ സാധിക്കൂ എന്നുള്ള ഫിലോസഫിയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ PSC ഫൗണ്ടേഷൻ ബാച്ചൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഫ്യൂച്ചർ ചാമ്പ്യൻ ബാച്ചാണ്. ഫ്യൂച്ചർ ചാമ്പ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇതെല്ലാം നിങ്ങൾ അറിയാതെ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു തീരും. അങ്ങനെ ആകുമ്പം ഈ സിലബസ് മാത്രമല്ല, ഇത് നിങ്ങൾ ഡിഗ്രി ലെവലിലാണ് പഠിക്കുന്നതെങ്കിൽ ഡിഗ്രി ലെവലിലും ഈ ഫൗണ്ടേഷൻ ഉണ്ടെന്ന്. ഇതെല്ലാം പഠിച്ചവർക്ക് തന്നെയാണ് ഡിഗ്രി ലെവലും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ജനറൽ PSC പരീക്ഷയായാലും അതിൻ്റെ വിന്നിങ് സ്ട്രാറ്റജി ഡിവൈസ് ചെയ്ത് അതിൻ്റെ കോർ ഏരിയയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജനറൽ അവയർനെസ്സിനെ ശരിയായ രീതിയിൽ എങ്ങനെ അതിനെ സമീപിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് ഡയറക്ഷൻ ജനറൽ PSC ഫ്യൂച്ചർ ചാമ്പ്യൻ ബാച്ചിലുള്ളത്. അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് ഒരു വിന്നിങ് സ്ട്രാറ്റജി നിങ്ങളെ സഹായിക്കാനുണ്ടെങ്കിൽ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാകും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഏതൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പും ആ പരീക്ഷയെ പഠിക്കണമെന്നുള്ളത് വിന്നിങ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതുപോലെ എന്നും ഡയറക്ഷൻ ഞങ്ങൾ പ്രൊപ്പോൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് വിജയിക്കണമെങ്കിൽ ഇതൊന്നും ഒരു കഷ്ടപ്പാടായി കാണരുത്. വിജയിക്കണമെങ്കിൽ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അതിന് തയ്യാറുള്ളവർക്ക് ഡയറക്ഷൻ്റെ ബാച്ചുകളിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം.